അഭിലാഷ്, ഇനി എന്നെ വിളിക്കണ്ട. നിങ്ങൾ സംശയിച്ചത് ശരിയാ. ഞാനും അരുണും തമ്മിൽ റിലേഷൻഷിപ്പില. അതുകൊണ്ട് ദയവേത് എന്നെ വെറുതെ വിട്ടേക്ക്. അല്ല, ഇന്നലെ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ ഇറങ്ങി ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ പോയി അല്ലേ? ഹൈഡ്രാ ഫേഷ്യൽ ഞാനാ? ദേ, വെറുതെ ഉടുണ്ട് കളിക്കല്ലേ. ഉടുണ്ട് കളിക്കല്ലേ അല്ല, ഉരുണ്ട് കളിക്കല്ലേ. നീ ഊട്ടി സ്കൂളിലൊക്കെ പഠിച്ചെന്ന് വെച്ച് ഇതുവരെ മലയാളം പറയാൻ പഠിക്കാത്തത് കഷ്ടം തന്നെ കേട്ടോ. നിങ്ങൾ വെറുതെ ടോപ്പിക് മാറ്റണ്ട. അതെ, നിങ്ങൾ പോയതേ എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്യൂട്ടി പാർലറില. അതെന്താ ഈ ഇടയ്ക്കായിട്ട് ഭയങ്കര ബ്യൂട്ടി കെയർ? പേഷ്യൻസ് അല്ല ലേഡീസ് ആണോ? അത് പിന്നെ നിന്റെ ഗ്ലാമറിനൊപ്പം പിടിച്ചിരിക്കണ്ടേ? ഓ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യേണ്ടി വരും. ശരി, ഞാൻ ഇറങ്ങുവാണേ. ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചോണം. ആ ജനനി, ഹായ്. എന്താണ് സ്പെഷ്യൽ ഷോപ്പിംഗ് ഒക്കെ? അത് അമ്മയുടെ ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് വീക്ക്. സോ അതിന് വേണ്ടിയിട്ട്. ജെന്നി, ഇത് അമ്മയ്ക്ക് ചേരുമായിരിക്കും അല്ലേ? ജനനി, ഇതാണോ നീ പറഞ്ഞ കാനഡയിൽ നിന്ന് വന്ന അങ്കിൾ? അല്ല, പുള്ളിക്കാരൻ പോയി. ഇതെൻ്റെ ഹസ്ബൻഡ്. അയ്യോ, സോറി കേട്ടോ, പെട്ടെന്ന്. ശ്രേയ എൻ്റെ കൂടെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുക. എന്ത് ചെയ്യുന്നു? ഞാൻ മെഡിക്കൽ കോളേജിൽ സർജന. നൈസ് മീറ്റിംഗ് യു. എന്നാൽ ഞാൻ അങ്ങോട്ട്. നമുക്കിത് തന്നെ നോക്കിയാലോ? തീർക്കാം. ഇത് ജെന്നിയുടെ വീടല്ലേ? അതെ. ആരാ? ഞാൻ ജെന്നിയുടെ ക്ലാസ്മേറ്റാ. എടാ, നീയാ? എപ്പോ വന്ന് ബാംഗ്ലൂരിൽ നിന്ന്? എന്നാൽ എൻ്റെ കല്യാണത്തിന് വരാതെ മുങ്ങിയല്ലേ? നീ അതൊക്കെ വീട്. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്കിനി എപ്പോൾ വേണമെങ്കിലും കാണാം. ഞാനേ അടുത്ത സ്ട്രീറ്റിലാണ് വീട് എടുത്തിരിക്കുന്നത്. ശരിക്കും? അപ്പം നീ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയോ? എന്നാ ബാംഗ്ലൂരുടെ ജോലി? ഈ മാസം 16-ാം തീയതി മുതൽ ഞാൻ നിൻ്റെ കമ്പനിയിലുണ്ട്. ശരിക്കും? എങ്കിൽ പൊളിക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ ഓഫീസിൽ എൻ്റെ വൈബിലുള്ള ഒരു ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടില്ലടാ. ഇനിയിപ്പം നീ ഉണ്ടല്ലോ. എടാ, നിന്നെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ പരിചയപ്പെടുത്താൻ തന്നെ മറന്നുപോയി. ഇതാണ് എൻ്റെ ഹസ്ബൻഡ് അഭിലാഷ്. ഹായ് ബ്രോ. മാരീഡ് ലൈഫൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ അടുക്കളയിലേ കയറാറുണ്ടോ? പോടാ, ഞാൻ അതൊക്കെ പഠിച്ചു. ശരി, നിങ്ങൾ ഇരിക്കും. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഏയ്, അതൊക്കെ പിന്നെ മതി. നീ ആദ്യം ഈ വീടൊക്കെ എന്നെ ചുറ്റി കാണിക്കും. ബാ. ഇത് കുറേ ഉണ്ടല്ലോ. എഡിനോറ, എഡിബിൾ ആൻഡ് നാച്ചുറൽ. ഇതെന്തോടി? ഇത് ടൂത്ത് പേസ്റ്റ് ആടാ. പുള്ളിക്കാരെ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസ് നോക്കിയേ വാങ്ങിക്കുള്ളൂ. പിന്നെ ഇത് ഫുള്ളി ആയുർവേദിക്ക. എന്താ ബ്രോ ഇതിൻ്റെ പ്രത്യേകത? ഇതാകുമ്പം SLS, പാരബൻ, ആർട്ടിഫിഷ്യൽ കളേഴ്സും ഫ്ലേവേഴ്സും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സാധനം സേഫാണ്. കൊള്ളാമല്ലോ. അങ്ങനെയാണെങ്കിലേ ഇത് ഞാൻ എടുക്കണേ. എടുക്കടാ, നിനക്കില്ലാത്തതാണ്. ബാ. ജെന്നി, അന്നിവിടെ വന്ന നിൻ്റെ ഫ്രണ്ടില്ലേ, അവൻ നിൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്തോ? ആര്? അരുണോ?
നിങ്ങൾക്ക് ഇത്രയും ഓർമ്മ ഉണ്ടോ? ട്വിസ്റ്റ് എന്താണെന്നറിയോ? അവൻ എൻ്റെ പ്രോജക്റ്റില്. ഓ, അല്ലെങ്കിൽ ഞാനും ശ്രേയോ ലഞ്ചിൽ ഷോക അടിച്ചിരിക്കും. ഇപ്പൊ അവ വന്നോണ്ട് കോളേജിന്റെ ഓരോരോ തമാശ പറഞ്ഞ് ചിരിച്ച് ചിരിച്ച ഒരു വഴിയായി. ശരി, അപ്പം നാളെ അപ്പം എന്താ പരിപാടി? എന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ആ ഡോക്ടറെ, ഇന്ന് നേരത്തെ വന്നാ? ആ അല്ല, ഇന്നെന്താ ക്യാബ് കിട്ടിയില്ലേ? അത് അരുൺ അടുത്ത സ്ട്രീറ്റിലല്ലേ, 2 ദിവസമായിട്ട് അവനാ ഡ്രോപ്പ് ചെയ്യുന്നത്. ജനനി, ഇത് ശരിയാവില്ല. നമ്മളുടെ അരുണല്ലേ, അവന് ഇതൊന്നും ഒരു പ്രശ്നമില്ല. അവൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നീ അവൻ്റെ കൂടെ വരുന്നത് എനിക്കിഷ്ടമല്ല. അഭിലാഷ് എന്താ എങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം? എൻ്റെ ഭാര്യ ഡെയിലി കണ്ടോമാരെ ഡ്രോപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കണം? അഭിലാഷ്, കാര്യം അറിയാതെ സംസാരിക്കല്ലേ. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ബെസ്റ്റ് ഫ്രണ്ട് മാങ്ങാത്തൊലി. അവൻ അന്ന് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ. അവൻ്റെ നോട്ടോ സംസാരം ഒന്നും ശരിയല്ല. അല്ല, അവൻ ഇപ്പം എന്തിനാ ഈ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇപ്പൊ എന്താണ് അഭിലാഷിന്റെ പ്രശ്നം? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? നീ അവനും തമ്മി ഇനി വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട. ഇന്ന് ഓഫീസിൽ നടന്ന കാര്യം ആരെങ്കിലും അറിഞ്ഞ സീനായനെ. നെക്സ്റ്റ് വീക്ക് അല്ലേ റെസിഡൻസി ടവർ? ആ, ഞാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞിട്ട് നേരത്തെ ഇറങ്ങാൻ നോക്കാം. ശരി ശരി, അപ്പം ഓക്കെ. ഹലോ, റെഡി? നിക്ക്, നീ ഇത്ര നേരം എവിടെ ആയിരുന്നടി? ഓഫീസിൽ തന്നെ, വേറെ എവിടെ? ഓഫീസിലോ? നീ എന്തോ വിചാരിച്ച്? ഞാനൊന്നും അറിയത്തില്ലെന്നോ? നീ നിന്റെ മറ്റവനും കൂടെ കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ട്. അഭിലാഷ്, വെറുതെ കാര്യം അറിയാതെ സംസാരിക്കല്ലേ. ഇതിൽ കൂടുതൽ ഞാൻ എന്തോടെ അറിയേണ്ടത്?
ഞാനെന്ന് അത്രയും പറഞ്ഞിട്ടും നിനക്ക് അവൻ്റെ കൂടെ തന്നെ കറങ്ങി നടക്കണം അല്ലേ? അഭിലാഷ് അവൻ എൻ്റെ ഫ്രണ്ടാ, അതുമല്ല അവൻ എൻ്റെ കലീഗാ. ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് മുഖം തിരിച്ച് നടക്കാൻ പറ്റൂല. മാത്രമല്ല നാളെ ശ്രേയയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേയാ. അതിന് അരുൺ ഗിഫ്റ്റ് വാങ്ങാൻ വിളിച്ചപ്പോൾ പോലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വരൂല എന്ന് പറഞ്ഞതാ. പിന്നെയും പിന്നെ എന്നെ നിർബന്ധിച്ചപ്പം എനിക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റിയില്ല. നിനക്ക് അവൻ്റെ കൂടെ ഒരുമിച്ച് പോയാലേ ഗിഫ്റ്റ് മേടിക്കാൻ പറ്റത്തുള്ളൂ. നീ കറങ്ങി നടക്കാൻ ഓരോരോ കാരണങ്ങളുണ്ടാക്കല്ലേ. ഇന്ന് ഞാനറിയാതെ നീയൊക്കെ ഗിഫ്റ്റ് മേടിക്കാൻ പോയി. നാളെ ഇനി എവിടെയൊക്കെ പോകാൻ ആർക്കറിയാം? ഷേ, നിങ്ങൾ ഇത്രയും ചീപ്പാണോ? തന്നെ ഞാൻ അവൻ്റെ കൂടെ കറങ്ങാൻ തന്നെ പോയെ. നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ നിൽക്കൂല. സ്വന്തം ഭാര്യയെ പോലും വിശ്വാസമില്ലാത്ത നിങ്ങളുടെ കൂടെ ഒക്കെ ഇനി ജീവിച്ചിട്ട് എന്തിനാ? അഭിലാഷ്, ഇനി എന്നെ വിളിക്കണ്ട. നിങ്ങൾ സംശയിച്ചത് ശരിയാ. ഞാനും അരുണും തമ്മിൽ റിലേഷൻഷിപ്പിലാ. അതുകൊണ്ട് ദയവേത് എന്നെ വെറുതെ വിട്ടേക്ക്. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി ജന്മകുത്തുണ്ട്. ജനനി, സോറി. ഞാൻ അങ്ങനൊന്നും പറയണമെന്ന് വിചാരിച്ചിട്ടല്ല. അന്നത്തെ ദേഷ്യത്തിൽ നമ്മൾ തമ്മിൽ ഒട്ടും മാച്ചല്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സേ നമ്മുടെ കല്യാണ ഫോട്ടോ കണ്ടിട്ട് എവനെങ്ങനെയാണ് ഈ പെണ്ണിനെ കിട്ടിയതെന്നായിരുന്നു സംസാരം. എന്തിന്? നിൻ്റെ ഫ്രണ്ട് ചോദിച്ചില്ലേ ഇതാരാ അങ്കിളാണോ? നിന്നെ പെണ്ണാണാൻ വന്നപ്പോഴേ നിനക്കെന്നെ ഇഷ്ടപ്പെടത്തില്ലെന്ന് ഉറപ്പിച്ചിട്ട് തന്നെ ഞാൻ വന്നത്. പക്ഷേ നീ ഒന്ന് ഓക്കെ പറഞ്ഞു. നിനക്കറിയോ, നിന്നെപ്പോലൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. അതുകൊണ്ട് അന്ന് മുതൽ നിനക്ക് ചേരുന്ന ഒരാളാവാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. എടി, എനിക്ക് നിന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ടാണോ അതോ എൻ്റെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാണോ എന്ന് എനിക്കറിയില്ല. നീ അരുണിനോട് ഇത്ര ക്ലോസ് ആയിട്ട് സംസാരിക്കുമ്പോഴേക്കും എനിക്ക്
എടി സോറി. അപ്പോൾ ഉള്ളിൽ ഇതൊക്കെ വെച്ചിട്ടാണല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചത്? എനിക്ക് ഗ്ലാമർ ഉണ്ടെന്ന് പറഞ്ഞത് ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഗ്ലാമർ ഇല്ലെന്ന് ആരാ പറഞ്ഞ? സത്യം പറഞ്ഞ ഞാൻ നിങ്ങളെ സ്നേഹിച്ച് തന്നെ കല്യാണം കഴിച്ച്. ഗ്ലാമർ അല്ല പോലും. ഈ ചിത്രത്തിലെ ഭർത്താവ് ഭാര്യയെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്ന ഒരാളാണ്. എന്നിട്ടും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം പുള്ളിക്കാരൻ്റെ ഉള്ളിലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. തനിക്ക് ഭാര്യയുടെ അത്ര ഗ്ലാമറിൽ അവളെക്കാൾ പ്രായക്കൂടുതലാണ്, അവൾക്ക് എൻ്റെ ലുക്സ് ഇഷ്ടാവില്ലെന്നൊക്കെ സ്വയം ചിന്തിച്ചു കൂട്ടി അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ പുള്ളി സ്വയം ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. ചിലപ്പോഴൊക്കെ ഇത്തരം കോംപ്ലക്സുകൾ ആൾക്കാരിലേക്ക് കുത്തിവെക്കുന്നത് നമ്മുടെ സൊസൈറ്റി തന്നെയാണ്. കാരണം ഒരു പയ്യനും പെണ്ണും കല്യാണം കഴിക്കുമ്പോൾ ആദ്യം ആൾക്കാർ ചെയ്യുന്നത് അവരുടെ ലുക്സ് വെച്ച് കമ്പയർ ചെയ്യുക. ഇതൊന്നും പോരാഞ്ഞിട്ട് ചിലർ അവരുടെ ലുക്സിനെ പറ്റി കമൻറ്റുകൾ പാസ്സാക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയെ എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന് പലരും ചിന്തിക്കാറുമില്ല. ഈ ഒരു കോംപ്ലക്സ് ഉള്ളിൽ കിടന്നുകൊണ്ടാണ് ഭാര്യയുടെ ഫ്രണ്ടിനെ വെറും ഒരു ഫ്രണ്ടായി കാണാൻ പുള്ളിക്ക് കഴിയാതിരുന്നത്. ഈ പ്രശ്നത്തിൽ ഭാര്യയുടെ ഭാഗത്തും ചെറിയൊരു തെറ്റുണ്ട്. കാരണം ഭർത്താവ് ഇങ്ങനെ ഒരു കൺസേൺ റേസ് ചെയ്യുമ്പോൾ ഭാര്യ ഉടനെ തന്നെ അത് ഓപ്പണായി സംസാരിച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കണമായിരുന്നു. മാത്രമല്ല പുള്ളിക്കാരി ഫ്രണ്ടുമായി പുറത്തു പോകുന്നത് ഭർത്താവ് അറിഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വഷളാവുമെന്ന് പേടിച്ച് ആ കാര്യം മറച്ചു വെച്ചു. ഇവിടെ രണ്ടുപേർക്കും ഇടയിലുള്ള ട്രാൻസ്പെറൻസിയും ട്രസ്റ്റും നഷ്ടമാവുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വഷളാക്കാതെ പരസ്പരം കൂടുതൽ അടുത്തറിയാനുള്ള ഓപ്പർച്യൂണിറ്റീസായി എന്നെ കാണും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. പങ്കാളികൾക്കിടയിൽ ഇത്തരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ ഉണ്ടാവാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ പലരുടെയും ജീവിതത്തെ പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളൊരു കണ്ടന്റ് റൈറ്ററോ ഡയറക്ടറോ ആക്ടറോ ആണെങ്കിൽ നിങ്ങൾക്കും SK Talks ഫാമിലിയുടെ ഭാഗമാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം: നിങ്ങളുടെ പ്രൊഫൈൽ SK Talksന്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇനി നമ്മുടെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണാൻ SK Talksന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK Talksന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്നു. Edinora toothpaste, edible and natural toothpaste, a unique blend of pure essential oils and herbal powders.